നമസ്കാരം ശ്രീ വി ടി ചെറിയാൻ. നമസ്കാരം. 2004 താങ്കൾ മത്സര രംഗത്തേക്ക് കടന്നു വരുന്നത്, അതും പാർലമെൻറ്റിലേക്ക് മത്സരിച്ചുകൊണ്ട്. ആ മത്സര രംഗം ഇപ്പോഴും വളരെ സജീവമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ വന്നിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു വാർഡിലാണ് മത്സരിക്കുന്നത്. അതും ദേശീയ പാർട്ടിയായ ആം ആദ്മിയുടെ ചിഹ്നത്തിലുമാണ് മത്സരിക്കുന്നത്. ചൂല് ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി അത്ര സംഘടിതമായിട്ടില്ല. അത് രൂപീകൃതമായ സമയത്ത് സംഘടിതമായിട്ട് വന്നതാണ്. പക്ഷേ പിന്നീട് എവിടോ അതിനൽപ്പ ശോഷണം സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു അവസരത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ശ്രീ വി ടി ചെറിയാൻ കണക്കിലെടുക്കുന്നത്? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ധൈര്യവും കോൺഫിഡൻസും എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടും എക്സ്പെർട്ടൈസും ഇതെല്ലാം എനിക്കുണ്ട്. പൂർണ്ണ ദൃഢനിശ്ചയമുണ്ട്. ഞാൻ 35 വർഷം വ്യോമയാന രംഗത്ത് ജോലി ചെയ്ത ആളാണ്. എയർ ഇന്ത്യയുടെ മാനേജറായിട്ട് റിട്ടയർ ചെയ്തു. അതും സെൻസിറ്റീവ് പോസ്റ്റിംഗ്, ലക്ഷദ്വീപ് പോലുള്ള ഒരു സെൻസിറ്റീവ് പോസ്റ്റിംഗ് കഴിഞ്ഞാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത്. ലോകമെമ്പാട് യാത്ര ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. ജോലിയോട് അനുബന്ധിച്ചും പേഴ്സണലായിട്ടും വലിയ കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കി, ലോകം ഓടുന്നത് കണ്ടു മനസ്സിലാക്കി. അതുകൊണ്ട് എനിക്ക് 100% കോൺഫിഡൻസ് ഉണ്ട് എൻ്റെ ജനത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. 2004 ഞാൻ മത്സരിക്കാൻ കാര്യം, ജോലിയോടൊപ്പം നിൽക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ എടുത്ത് നിന്നത് 2004 ഒരു SSLC CBSE എക്സാം സമയത്ത് CBSEയുടെ എക്സാമിൻ്റെ ദിവസം ഒരു പർട്ടിക്കുലർ പാർട്ടി ഹർത്താൽ ഡിക്ലെയർ ചെയ്തു. ആ സമയത്ത് വിദേശത്താണ് പല പിതാക്കന്മാരും മാതാക്കളും പ്രായമായവർ കുഞ്ഞുങ്ങളെ കൊണ്ട് സ്കൂളുകളിൽ വന്ന് കിടന്ന് ഉറങ്ങിയാണ് പിറ്റേന്ന് പരീക്ഷ എഴുതിയത്. ആ കുഞ്ഞുങ്ങൾ രാവിലെ വാഷ്റൂമിൽ പോകാതെ കുളിക്കാതുള്ള അവസരമൊന്നും നോക്കി. ഞാൻ ആ പാർട്ടിയോട് പറഞ്ഞ് ഇത് ചെയ്യുന്ന ദ്രോഹം, എന്നെ തെറി വിളിക്കുക ചെയ്തത് ഫോണിൽ. അതിൽ നിന്നൊരു വലിയ ധൈര്യം കിട്ടി. ഞാൻ അന്ന് പാർലമെൻറ്റിൽ മത്സരിച്ചു. അന്ന് മൊബൈൽ, വാട്സാപ്പ്, ട്വിറ്റർ ഇതൊന്നും ഇല്ലാത്ത കാലം. മൊബൈലൊക്കെ ഒരു കോളിന് 10-12 രൂപ ആകുന്ന കാലം. ഈ സംവിധാനമൊന്നും ഇല്ലാതെ ഒരു നോട്ടീസ് പോലും കാര്യമായിട്ട് അടിക്കാതെ ഞാൻ നിന്ന് 1122 വോട്ട് വാങ്ങിച്ചു. അതെൻ്റെ ബലമായിരുന്നു. അതൊരു മെസ്സേജ് കൊടുത്തു, ഭാവിയിൽ ഇതുപോലൊന്നും ചെയ്യരുതെന്ന്. കോടതിയിൽ പോയി അനേകർ ഹർത്താലിനും ബന്ദിനുമെതിരെ വിധി വാങ്ങിച്ചു. തൊട്ട് പുറകെ 2006 ഞാൻ മത്സരിച്ചു. ബൈ ഇലക്ഷനിൽ PKV സാർ മരിച്ചതിൻ്റെ പുറകെയുള്ള ബൈ ഇലക്ഷൻ. അന്ന് മദ്യം മയക്കുമരുന്നിനെതിരെയാണ് ഞാൻ പ്രതികരിച്ചത്. അതും വലിയ ചർച്ചയായി. മദ്യം മയക്കുമരുന്നിനെതിരെ ഒരുപാട് രംഗത്ത്. അതെല്ലാം സ്വതന്ത്രനായിട്ടാണല്ലോ. ഒറ്റയാൾ എൻ്റെ കൂടെ ആരുമില്ല. അതെല്ലാം എനിക്കൊരു ധൈര്യമാണ് തന്നത്. കാര്യം ഒറ്റയ്ക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ ഇതുപോലുള്ള പാർട്ടികൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും. 2008-9 നടന്ന അസംബ്ലിയിൽ ഞാൻ മത്സരിച്ചു. ഇതെല്ലാം ഒറ്റയാൾ. അസംബ്ലിയിൽ മത്സരിക്കുന്നത് ഇലക്ഷൻ സമയത്തെ രാഷ്ട്രീയക്കാരുടെ ദൂർത്തിനെതിരെ. കാര്യം ഞാനൊന്നും പോസ്റ്ററും ബാനറും ഒന്നും പ്രിൻ്റ് ചെയ്യാതുള്ള നിൽപ്പാണ്. ഈ പണമെല്ലാം ആരുടെയും പിതാക്കന്മാരുടെ സ്വത്തല്ല, ആരുടെയും സ്വയം അധ്വാനത്തിൻ്റെ പൈസയല്ല. നമ്മൾ ഈ കാണുന്ന കോലാഹലങ്ങളെല്ലാം 80-ഉം 90-ഉം 100-ഉം ബൈക്കും കാറും ഇതെല്ലാം പോകുന്നത് ജനത്തിൻ്റെ പൈസയാണ്. ഇതെല്ലാം മുടക്കുന്നവർ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും സിമൻറ്റ് കുറച്ചുള്ള പണിയും കമ്പി കുറച്ചുള്ള പണിയും, അത് വീഴുന്ന തടകള വീഴുന്നത് കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ പൈസയാണ്. ആ ഒരു മെസ്സേജ് എനിക്ക് ലോകത്തിന് കൊടുക്കാനുണ്ട്. നമ്മൾ നിസ്സാരമായിട്ട് നമ്മൾ നിൽക്കുന്നത് ജനം അറിയണം. അത് മാത്രം മതി. നമ്മുടെ പടം വേണം. ഒരു വാർഡെന്ന് പറഞ്ഞാൽ 6000, 7000, അങ്ങേറ്റം 10000 ആൾക്കാരേ ഉള്ളൂ. 4 കോണിൽ 4 വെച്ചാൽ ഇത്തവണ ഞാൻ 4 കമാനേ വെച്ചിട്ടുള്ളൂ. 800 രൂപയുടെ 4 എണ്ണം. 500 നോട്ടീസ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ പത്രത്തിൽ കൊടുത്തു. നമ്മൾ എല്ലാ വീട്ടിലും ചെന്ന് രാവിലെ 6 മണിക്ക് ബെല്ലടിച്ചിട്ട് അവർ ഓഫീസിൽ പോകുന്ന തിരക്കിൽ ഒരു 10-15 പേര് ചെന്ന് കയറുന്നു. അവരുടെ അന്നത്തെ ദിവസം പോവും. അടുത്ത പാർട്ടി പോവും. ഈ പ്രിൻ്റ് ചെയ്ത് ലോകം മുഴുക്ക വീടുകളിലിടുന്ന നോട്ടീസ് എൻവയൺമെൻറ്റിന് കേടാണ്. ഒരു ലൈനിൽ എല്ലാ പോസ്റ്റിലും ബാനറും കൊടിമരവും ചുവരെഴുത്തും നാട് വൃത്തികേടാക്കി. എൻ്റെ ഒരൊറ്റ ചുവരെഴുത്തൊന്നുമില്ല. ഞാൻ വെല്ലുവിളിക്കുകയാണ്. സമൂഹത്തിൽ നമ്മൾ ഒരുപാട് മാറാനിരിക്കുന്നു. മെഡിക്കൽ കോളേജിൽ ഒരു നേരത്തെ ആഹാരമില്ലാതെ പാവങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് 2 രൂപയുടെ കഞ്ഞി വാങ്ങിക്കാൻ പോകുന്നിടത്ത് നമ്മൾ കോടികൾ ചിലവാക്കി. ഇവർക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? യുവതലമുറ വരുന്നുണ്ടോ? യുവതലമുറയ്ക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല. ഞാൻ നോട്ടീസ് കൊടുക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് ഓടിക്കളയുക. നമ്മുടെ യുവാക്കളെല്ലാം അന്യരാജ്യങ്ങൾക്ക് പ്രയോജനപ്പെടുക. നമ്മളെല്ലാവരും കൊടുക്കുന്ന എഡ്യൂക്കേഷൻ സെസ് ഉണ്ട്. ഈ സെസ് വാങ്ങിച്ച് ഗവൺമെൻറ് പഠിപ്പിക്കുന്നു.
അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് അതിൽ നിന്നാണ്. പഠനത്തിനുള്ള കോളേജും സ്കൂളും സംവിധാനവും എല്ലാം ഇതിൽ നിന്നാണ്. ഇത് വാങ്ങിച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾ പഠിച്ചതിന് ശേഷം അവരെ മിടുക്കന്മാരായ മറ്റ് രാജ്യങ്ങൾ പ്രയോജനപ്പെടുത്തുക. കാരണം ഇവിടെ രാഷ്ട്രീയത്തിൽ വരാൻ കുഞ്ഞുങ്ങൾക്ക് താല്പര്യമില്ല. കുത്ത്, കൊല, വെട്ട്. എന്നാൽ നേതാക്കന്മാരെല്ലാം അവരെല്ലാം ഒന്നാണ്. ഞാനിത് എയർപോർട്ടിലിരുന്ന് ഒരുപാട് കണ്ടതാണ്. VIP റൂമിൽ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്ത് ഒരേ കപ്പിൽ നിന്ന് ചായ കുടിച്ച് ബിസ്ക്കറ്റ് കഴിച്ച് പോകും. അന്ന് രാവിലെ സെക്രട്ടറിൻ്റെ അവിടെ കുത്തും കൊലയുമാണ്. ഇവരെ കാണാൻ ഇതേ നേതാക്കന്മാർ ഹോസ്പിറ്റലിൽ ചെന്ന് കാണും. മരിച്ചു കഴിഞ്ഞാൽ ബൊക്കെ കൊണ്ട് വെക്കും, മുതലക്കണ്ണ് നീര് വാർക്കും. ഈ കുഞ്ഞുങ്ങളെ എല്ലാം അവർ വിലക്കെടുക്കുകയല്ലേ, നശിപ്പിക്കുകയല്ലേ. ഈ ഇടയ്ക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവിൻ്റെ അമ്മ മരിച്ചു. വേറൊരു രാഷ്ട്രീയ പാർട്ടി കാണാൻ പോയി. ഈ നേതാവിൻ്റെ കൊച്ചുമോൻ കെട്ടിപ്പിടിച്ച് മുത്തച്ഛ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയും കൊടുത്തു. അന്ന് രാവിലെയും കൊല നടന്നിട്ടുണ്ട്, കുത്ത് നടന്നിട്ടുണ്ട്, രക്തം ഒഴുകിയിട്ടുണ്ട്. എന്തിനാ ഇതെല്ലാം? നമ്മുടെ നാടിനെ വളരെ വൃത്തികേടായിട്ട് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആകെ 500 നോട്ടീസ് അടിച്ചു, 4 കമാന വെച്ചു. ഞാൻ നിൽക്കുന്നു എന്നറിയാൻ. പത്രങ്ങളിൽ വന്നു. മതി, എനിക്ക് ജയിക്കാനല്ല. രാഷ്ട്രീയത്തിൽ യുവാക്കൾ, എഡ്യൂക്കേറ്റഡ് യുവാക്കൾ വരണം. പക്ഷേ ഈ 3 മുന്നണികളുടെയും മത്സര ബാഹുല്യത്തിൽ ഇടയിൽ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട് അല്ലേ? എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടും വെളിയിൽ നന്നായിട്ട് സെറ്റിൽഡാണ്. ഞാൻ അവരെ പഠിപ്പിച്ചു. ഞാൻ നല്ല നിലയിൽ നല്ല റെക്കോർഡോടുകൂടി റിട്ടയർ ചെയ്തു. എൻ്റെ 2 പ്രോജക്ട്സാണ് ഏൺ വൈൽ യു ലേൺ. രണ്ടാമത്തത് ലേൺ വൈൽ യു ഏൺ. ഏൺ വൈൽ യു ലേൺ എന്നുള്ളത് 79 ഞാൻ തുടങ്ങിയതാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ ട്യൂഷൻ എടുക്കും. എൻ്റെ മാതാപിതാക്കൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥരായിരുന്നു. അന്നത്തെ കാലത്ത് 2-3 പിള്ളേരെ ട്യൂഷൻ എടുത്ത് 50 രൂപ വീതം കിട്ടുന്ന 150 രൂപയിൽ 25 രൂപ ടൈപ്പ് റൈറ്റിങ്ങിന് പഠിക്കാൻ കൊടുത്ത്, പിന്നീട് വൈകിട്ട് ഒരു ഈവനിങ് കോഴ്സ് ടൂറിസം പഠിച്ചാണ് ഞാൻ ഇതിൽ വന്നത്, ഏവിയേഷൻ രംഗത്ത് വരുന്നത്. അപ്പോൾ ഏൺ വൈൽ യു ലേൺ. ഇനി ജോലി കിട്ടിക്കഴിഞ്ഞ് ഞാൻ 8-10 കോഴ്സുകൾ പഠിച്ചു. ഇപ്പോഴും 2 കോഴ്സിൻ്റെ വിദ്യാർത്ഥിയാണ് ഞാൻ. ഒരു സെമിനാരിയിലെ വിദ്യാർത്ഥിയാണ്. പാർലമെൻ്ററി അഫയേഴ്സ് പഠനം കഴിഞ്ഞ് ഇനി പരീക്ഷ എഴുതണം. ഇതൊക്കെ പറ്റും. ഏൺ വൈൽ യു ലേൺ, ലേൺ വൈൽ യു ഏൺ. നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യണം. എൻ്റെ മകൻ അടുത്ത വീടുകളിലെ കാറ് കൊണ്ടുവന്ന് കഴുകി 200 രൂപ വാങ്ങിക്കും. ആഴ്ച 4 കാറ് കഴുകുമായിരുന്നു പഠിക്കുന്ന കാലത്ത്. അവരൊക്കെ വളർന്നു വരണമെങ്കിൽ രാഷ്ട്രീയക്കാരുടെ പുറകെ നടന്ന എല്ലാവരും MLA ആകത്തില്ല. ഒരു MLA ആയാൽ തന്നെ 5-6 തവണ നിൽക്കുമ്പം അയാൾക്ക് പോസ്റ്റർ ഒട്ടിക്കുന്നവർക്ക് പോലും ഒരു ചാൻസ് കിട്ടത്തില്ല. ഒരു MP ആയി കഴിഞ്ഞാൽ 10-35 വർഷം അതേ MP നിൽക്കുകയാണ്. അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് കിട്ടുന്നില്ല. നമ്മൾ ഒരുപാട് ചൂഷണം ചെയ്യപ്പെടുന്നു. നമ്മൾ ഇന്നും സ്വതന്ത്രരായിട്ടില്ല. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കുമ്പോൾ എന്ത് തോന്നുന്നുണ്ട്? കാരണം ഇക്കുറി ഒരു മാറ്റം ഉണ്ടാകുമെന്നൊക്കെ പലരും കണക്ക് കൂട്ടുന്നുണ്ട്. മാറ്റം നേരത്തെ തുടങ്ങി സാറേ, വളരെ നേരത്തെ തുടങ്ങി. കഴിഞ്ഞ തവണ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പാർട്ടി BJP വന്ന് 2-3 സീറ്റിൻ്റെ കുറവിൽ അവർ വന്നു. ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണേൽ വരാമെന്നുള്ളതിൻ്റെ ഒരു തെളിവ് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ വന്നപ്പം എല്ലാവരും ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കോടെ നോക്കി. 70 സീറ്റിൽ 67 വാങ്ങിച്ച് അവർക്ക് ഭരിക്കാൻ പറ്റുമെങ്കിൽ സാധിക്കാത്തത് എന്താണ്? ഇപ്പം ആളുകൾ നോക്കുന്നത് ഇൻഡിവിജ്വൽ ആൻറ്റിസിഡൻസ്, അവരുടെ മുൻകാലം, അവരുടെ പഠനം, അവരുടെ കഴിവ്, അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ക്വാളിറ്റി. അല്ല, പുതുതലമുറ എനിക്ക് തോന്നുന്നു ഈ ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സ് ആണ് അവർ ഇഷ്ടപ്പെടുന്നത്. അതെ അല്ലേ? അവർ ലോകം കണ്ടവരാണ്. മുമ്പ് നമ്മൾ പേപ്പർ വായിക്കുമ്പോഴാണ് ന്യൂസ് കാണുന്നത്. ഇപ്പം ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരു വലിയ മാറ്റം ആഗ്രഹമുണ്ട്. അത് ഓട ഒരു 5 മിനിറ്റ് മഴ പെയ്താൽ ഇന്നും തിരുവനന്തപുരം വെള്ളത്തിലാണ്. ഇത് ഈസിയായിട്ട് ചെയ്യാം. മഴക്കാലത്ത് മാർക്ക് ചെയ്യുക, അവിടെ ലിഫ്റ്റ് ചെയ്യേണ്ടടുത്ത് ലിഫ്റ്റ് ചെയ്തെടുക്കുക. അത് ചെയ്യുന്നില്ല. ഈ ആം ആദ്മി പാർട്ടി തിരുവനന്തപുരത്ത് 13 വാർഡുകളിലാണ് മത്സരിക്കുന്നത്. എന്തായാലും പിന്നെ പാർട്ടിക്കൊരു പ്രതീക്ഷകളൊക്കെ ഒരു പരിധിവരെ ഉണ്ട്. പക്ഷേ എന്നാലും ഞാൻ ചോദിക്കുകയാണ്, തിരുവനന്തപുരം ആരുടെ ഇടത്തേക്ക് ചായും എന്ന് തോന്നുന്നു? 100 വാർഡായിരുന്നു, ഇപ്പോൾ 101 വാർഡുണ്ട്. 101 വാർഡാകുമ്പോൾ ഒരു മിനിമം 51 കിട്ടി, 52 കിട്ടിയാലേ ഒരു മേയറാകാൻ പറ്റൂ, ഭരണം പറ്റുള്ളൂ. അപ്പോൾ ആം ആദ്മി എന്തായാലും ഭരിക്കത്തില്ല. പക്ഷേ ഒരു നിർണായക ഫോഴ്സാകും. കാരണം ഹാങ്ങിങ് വരും. 3 പേരും ഒരുപോലെ നിൽക്കുകയാണ്. 3 പേരും കാശിറക്കുക. തൂക്കുസഭ വരുമെന്നുള്ള വരുമ്പോൾ ആം ആദ്മിക്ക് ഒരു വലിയ വിലയുണ്ട്. ആം ആദ്മി ഡിസൈഡ് ചെയ്യും ഹൂ മസ്റ്റ് റൂൾ. ഡിസൈഡിങ് ഫോഴ്സായിട്ട് മാറുകയാണ്. ജനം പുതിയ പാർട്ടികളെ അംഗീകരിക്കണം. നമ്മളൊരു 10 ഹോട്ടലിൽ കയറുന്ന ഒരു 11ാമതൊരു ഹോട്ടൽ വരുമ്പോൾ ഒരു നേരം ഒന്ന് കയറി നോക്ക്. അല്ലെ, ഈ കോൺഗ്രസ് ഈ 10 എന്നുള്ള സംഖ്യയിൽ നിന്ന് അവർ ഉയരാൻ സാധ്യത കാണുന്നുണ്ടോ? പണം ഇറക്കി എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ലല്ലോ.
നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം എല്ലാവർക്കും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. മിക്കവരും അവരവർ കിണർ കുഴിക്കും, അവരവർ കുഴി കുഴിക്കും. അത് കുടുംബത്തിലും വ്യക്തികളിലും പാർട്ടിയിലും എല്ലാം കാണുന്നുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറം കമൻ്റ് ഇല്ല. അവരവർ കുഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു നിർണായക ശക്തിയായിട്ടൊരു പക്ഷേ നീ മാറും. ഞങ്ങളിൽ പലരും കാണും, ചിലപ്പോൾ 13 പേരും കാണും. പൂർണ്ണ കോൺഫിഡൻസ് ആണ്. അല്ലെങ്കിൽ ഇതൊരു പ്രിലിമിനറി എക്സാമാണ്, ഫൈനൽ വരുന്നുണ്ട്, ഞങ്ങൾ കാണും. ഞങ്ങൾ ഇനിയും എല്ലാ വാർഡിലും നിൽക്കാനായിട്ട് തുടങ്ങുകയാണ്. എനിക്ക് ഒരുപാട് കോൾ വരുന്നുണ്ട്, നല്ല എഡ്യൂക്കേറ്റഡ് യൂത്ത്സിൻ്റെ കോൾ വരുന്നുണ്ട് ഞങ്ങളെപ്പോലെ. അടുത്തൊരു വാർഡിൽ മറ്റൊരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു, ABC ന്യൂസിൻ്റെ തന്നെ, ഒരു കോളേജ് പ്രിൻസിപ്പൾ നിൽക്കുകയാണ്. മറ്റൊരു പാർട്ടി ആണെങ്കിലും ഒരു DGP നിൽക്കുകയാണ്. കാലം മാറി. ഇനി അങ്ങോട്ട് വിദ്യാസമ്പന്നർ തിരുവനന്തപുരം ഭരിക്കും, കേരളവും ഭരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവിധ വിജയാശംസകളും. നന്ദി, നമസ്കാരം. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.